APJ Abdul Kalam Technological University, Engineering Graphics and Computer Aided Drawing, December 2024 Regular Examination Question Paper Discussion video ആണ് ഇത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 3ത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 സെക്ഷൻ ഓഫ് സോളിഡ്സിലെ ക്വസ്റ്റ്യൻ ഇതാണ്. എ റൈറ്റ് റെഗുലർ ഹെക്സഗണൽ പിരമിഡ് with a base edge 30 mm and axis length of 80 mm is resting on its base with one base edge parallel to VP. It is cut by a plane passing through the center of the axis and one corner of the base, which is at the extreme left. The cutting plane is perpendicular to the VP. Draw the front view and sectional top view and true shape of the section. Question ഇതാണ്, ഒരു ഹെക്സഗണൽ പിരമിഡ്. ഓക്കെ, അപ്പോൾ സോളിഡ് ഹെക്സഗണൽ പിരമിഡാണ്. അത് ബേസിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനൊക്കെ നോക്കണം. സൈഡ് 30 ആണ്, ഹൈറ്റ് 80 ആണ്. യൂഷ്വലി 60 ഒക്കെയാണ് വരാറ്. അപ്പോൾ ഇതിൽ 80 ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പൊതുവേ ഈ ഡയമെൻഷൻ കുറച്ച് കൂടുതൽ കൊടുത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് 80 ആണ് ഇത് വരുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ട് വരില്ല, എന്നാലും ഐസോമെട്രിക് പ്രൊജക്ഷനും ഡെവലപ്മെൻറ്റൊക്കെ കുറച്ച് സൈസ് കൂടിയതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ് എഡ്ജ് 30, ഹൈറ്റ് 60, റെസ്റ്റ് ഓൺ ഇറ്റ്സ് ബേസ്. അതായത് ബേസിലാണ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എച്ച് പിയിൽ ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതുതന്നെ വൺ ബേസ് എഡ്ജ് പാരലൽ ടു വി പി. ഒരു ബേസ് എഡ്ജ് വി പിക്ക് പാരലാണ് ഒരു ബേസ് എഡ്ജ്. ഓക്കെ, ഇപ്പോൾ വി പിക്ക് പാരലായിട്ട് ഒരു ബേസ് എഡ്ജ് വരുന്നു. അപ്പോൾ വൺ ബേസ് എഡ്ജ് പാരലൽ ടു എക്സ് വൈ ലൈനായിട്ട് ഹെക്സഗൺ വരയ്ക്കണം. ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ആക്സസ്. അപ്പോൾ ഇതിൻ്റെ ആക്സസിൻ്റെ സെൻറ്റർ, അപ്പോൾ 80 mm 40 mm ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് അതിലൂടെയാണ് സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത്. യൂഷ്വലി സെക്ഷൻ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ തരും, ബട്ട് ഇവിടെ ഇൻക്ലിനേഷൻ തന്നില്ല. പാസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും കൂടെ തന്നു. അതായത് ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ഒരു പോയിൻറ്റും ഒരു ഇൻക്ലിനേഷനും മതി, അല്ലെങ്കിൽ 2 പോയിൻറ്റ്സ് മതി. ഇവിടെ 2 പോയിൻറ്റ്സ് ആണെന്നിരിക്കുന്നത്. സെക്ഷൻ പ്ലെയിൻ ഒന്ന് പാസ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ ബേസിലാണ്, അടുത്തത് പാസ് ചെയ്യുന്നത് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ആക്സസ് ആൻഡ് വൺ കോർണർ ഓഫ് ദ ബേസ്. അപ്പോൾ ബേസിൻ്റെ 6 കോർണർ ഉണ്ട്, അതിലൊരു കോർണറിലൂടെയാണ്. ആ കോർണർ ഏതാണ്? വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് കുറച്ച് പേർക്ക് തെറ്റിയത്. വിച്ച് ഈസ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റിലാണ്. ഓക്കെ, ഇവിടെ അതായത് പാസ് ചെയ്തിരിക്കുന്ന ഈ പോയിൻറ്റിലൂടെ എക്സ്ട്രീം ലെഫ്റ്റ് കോർണറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേരുടെ റൈറ്റിലൂടെ വരച്ച് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ് കിട്ടി. ഒന്ന് സെൻറ്റർ ഓഫ് ദ ആക്സ്, ഒന്ന് എക്സ്ട്രീം ലെഫ്റ്റ്. അപ്പോൾ ഇത് 2 തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. കാരണം സെക്ഷൻ പ്ലെയിൻ, കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് തന്നിട്ടുണ്ട്. വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് സെക്ഷൻ പ്ലെയിൻ വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്. ആ ഇൻക്ലിനേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം പാസ് ചെയ്ത് 2 പോയിൻറ്റ് തന്നു. ഓക്കെ, അത് ലെഫ്റ്റ് എക്സ്ട്രീം കോർണറും ഈ സെൻറ്റർ ഓഫ് ദ ആക്സസും ആണ്. എന്നിട്ട് അതിൻ്റെ സെക്ഷണൽ ടോപ്പ് വ്യൂ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഹെക്സഗൺ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് വൺ ബേസ് എഡ്ജ് പാരലൽ ടു വി പി എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോർണർ വരുന്ന രീതിയിൽ 2 ബേസ് എഡ്ജസ് എക്സ് വൈ ലൈന് പാരലായി വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 2 ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ഹെക്സഗൺ വരയ്ക്കുക, നെയിം ചെയ്യുക, ദെൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. 1 ബേസ് എഡ്ജ് എക്സ് വൈ ലൈന് പാരലായിട്ട് വരയ്ക്കുക. അതിനുശേഷം 120 ഡിഗ്രി എടുത്തിട്ട് ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യുക. ഡയഗണൽ വരച്ച് സെൻറ്റർ കണ്ടെത്തുക. പോയിൻ്റ് മാർക്ക് ചെയ്യുക, നെയിം ചെയ്യുക. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇനി ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യണം. ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോയിൻറ്റ്സിനും എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ശ്രദ്ധിക്കുക, എക്സ് വൈ ലൈനിലേക്ക് വരയ്ക്കണം. എക്സ് വൈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ അറിയാതെ പ്രിസം ആയിപ്പോവും. അങ്ങനെ കുറച്ച് പേർക്ക് പ്രിസം ആയിപ്പോയതായിട്ട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രിസം ആയിപ്പോയി കഴിഞ്ഞാൽ മാർക്ക്, ഈ എക്സാമിൻ്റെ മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഡിപ്പെൻസ് ഓൺ എക്സാമിനർ. ചിലർ മാർക്ക് തരും, പകുതി മാർക്ക് വരെയൊക്കെ തരും. ബട്ട് അക്കോർഡിംഗ് ടു ആൻസർ കീ അത് തെറ്റാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പ്രിസം പിരമിഡ് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക.
ഈ പോയിൻറ്റ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. എ ഡാഷ്, ബി ഡാഷ്, എഫ് ഡാഷ്, സി ഡാഷ്, ഇ ഡാഷ്. ഹൈറ്റ് തന്നിരിക്കുന്നത് 80 mm ആണ്. അപ്പോൾ 80 mm ലോങ് ആക്സിസ് ലൈൻ വരയ്ക്കുക. സെൻറ്റർ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഈ ലൈൻ ഇന്ത്യൻ സിംഗിൾ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് ചെയ്യണം. അത് ആക്സിസ് ലൈനാണ്. ഈ പോയിൻ്റാണ് ഒ ഡാഷ്. തിൻ ലൈൻ യൂസ് ചെയ്തിട്ട് ഫേസ് എഡ്ജസ് ജോയിൻ ചെയ്യുക. തിക്ക് ലൈൻ യൂസ് ചെയ്യരുത്. റിട്ടേൺ ചെയ്ത പോർഷൻ മാത്രമേ തിക്ക് ലൈൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി സെക്ഷൻ ലൈൻ വരയ്ക്കണം. സെക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൻ ലൈൻ പാസ് ചെയ്യുന്നത് ലെഫ്റ്റ് എക്സ്ട്രീം പോയിൻറ്റിലൂടെയും സെൻറ്റർ ഓഫ് ദ ആക്സിസിലൂടെയാണ്. അപ്പോൾ ആക്സിസിൻ്റെ സെൻറ്റർ കാണുക, ലെഫ്റ്റ് എക്സ്ട്രീം പോയിൻറ്റ് കാണുക, അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. അതാണ് സെക്ഷൻ ലൈൻ. അല്ലാതെ ഇവിടെ ഇൻക്ലിനേഷൻ തന്നിട്ടില്ല. ഇപ്പോൾ സെക്ഷൻ ലൈൻ വരയ്ക്കുക. മിഡ് പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക, എ ഡാഷും തമ്മിൽ ജോയിൻ ചെയ്യുക, ലെഫ്റ്റ് എക്സ്ട്രീം പോയിൻറ്റ് തമ്മിൽ ജോയിൻ ചെയ്ത് സെക്ഷൻ ലൈൻ വരയ്ക്കുക. സെക്ഷൻ ലൈൻ ചെയിൻഡ് ഇൻ സിംഗിൾ ഡാഷ് ലൈൻ ആയിരിക്കണം. തിക്ക് അറ്റ് ബോത്ത് എൻഡ്സ്. ഇപ്പോൾ സെക്ഷൻ ലൈൻ വരച്ച് കഴിഞ്ഞു. ഇനി സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യണം. സെക്ഷൻ പോയിൻറ്റ്സ് ഒന്ന് ഈ കോർണറിൽ കിട്ടും, അടുത്ത രണ്ട് ഈ ഫേസ് എഡ്ജ് കിട്ടും, അടുത്ത രണ്ട് പോയിൻറ്റ് അടുത്ത രണ്ട് ഫേസ് എഡ്ജിൽ ഓർ സ്ലാൻഡ് എഡ്ജ് കിട്ടും, ലാസ്റ്റ് പോയിൻറ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ടോട്ടൽ 1 + 2 + 2 + 1 ഓക്കെ 6 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ഒരു ഫേസ് എഡ്ജ് എ ഡാഷ് ഒ ഡാഷ് മാത്രം, അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ പോയിൻറ്റ് 1 ഡാഷ് കൊടുത്തു. ഇവിടെ രണ്ട് ഫേസ് എഡ്ജ് ഉണ്ട്, ബി ഡാഷ് ഒ ഡാഷും എഫ് ഡാഷ് ഒ ഡാഷും. അപ്പോൾ അവിടെ 2 പോയിൻ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഇപ്പം നെയിം ചെയ്യുന്നു ബി ഡാഷ്. ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്, അത് നമ്മളിപ്പോൾ ബ്രാക്കറ്റ് കൊടുക്കുന്നു, പിന്നീട് നെയിം ചെയ്യാം. അടുത്ത പോയിൻ്റ് ഇവിടെയാണ്, ബട്ട് ഇവിടെ പോയിൻ്റ് ഇല്ല. കാരണം എന്താണ്, ഇത് ആക്സസ് ലൈനാണ്, ഇവിടെ പോയിൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ട് പോയിൻ്റ് സി ഡാഷ് ഒ ഡാഷും ഇ ഡാഷ് ഒ ഡാഷാണ്. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരുന്നത്. ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. അതിൽ നേരത്തെ ഞാൻ ബി ഡാഷിനാണ് കൊടുത്തത്, ബി ഡാഷ് അല്ല 2 ഡാഷാണ് പോയിൻ്റ്. രണ്ട് ലൈൻ സി ഡാഷ് ഒ ഡാഷ് ആൻഡ് ഇ ഡാഷ് ഒ ഡാഷ്, 2 പോയിൻ്റ്, അത് 3 ഡാഷും ഒരു പോയിൻ്റ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അടുത്ത പോയിൻ്റ് ഇവിടെയാണ് കിട്ടുന്നത്. ഇവിടെ ഒറ്റ പോയിൻ്റേ ഉള്ളൂ, കാരണം ഒരൊറ്റ ലൈനേ ഉള്ളൂ, ഡി ഡാഷ് ഒ ഡാഷ് മാത്രം. അപ്പം നേരത്തെ വിട്ടിരിക്കുന്ന ഇവിടെ അടുത്ത പോയിൻ്റ് കൊടുക്കുന്നു 5 ഡാഷ്. ഇനി ഇവിടെ നേരത്തെ വിട്ടിരിക്കുന്ന ഒരു പോയിൻ്റ് കൂടെയുണ്ട്, അത് 6 ഡാഷ്. അങ്ങനെ 6 പോയിൻ്റെയും ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്തു. ഇനി 6 പോയിൻ്റെയും ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. 1 ഡാഷ് എ ഡാഷിലാണ്, അതുകൊണ്ട് 1 എയിലായിരിക്കും. അപ്പോൾ ഈ പോയിൻ്റാണ് 1ഉം എയും സെയിം ആണ്. 2 കിട്ടണം. 2 ഡാഷും 6 ഡാഷും ബി ഡാഷ് ഒ ഡാഷിലും എഫ് ഡാഷ് ഒ ഡാഷിലാണ്. അപ്പോൾ ഇതിനെ ബിയിലേക്കും ഒ ബിയിലേക്കും ഒ എഫിലേക്കും പ്രൊജക്റ്റ് ചെയ്യണം. തിൻ ലൈൻ യൂസ് ചെയ്ത് പ്രൊജക്ടർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിൻ്റ് 2 കിട്ടും, ഈ പോയിൻ്റ് 6 കിട്ടും. ഇനി 3 ഡാഷും 5 ഡാഷും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 3ഉം 5ഉം കിട്ടും. 3 ഡാഷ് ഒ ഡാഷ് സി ഡാഷിലാണ്, 5 ഡാഷ് ഒ ഡാഷ് ഇ ഡാഷിലാണ്. ഒ സിയിൽ 3 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ 3ഉം ഒ ഇയിൽ 5 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ 5ഉം കിട്ടും. അപ്പോൾ അതിന് തിൻ പ്രൊജക്ടർ യൂസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻ്റാണ് 3, ഇവിടെ കിട്ടുന്ന പോയിൻ്റാണ് 5. ഇവിടെ ഒരു കാര്യം തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ 2 ഇവിടെയാണ് വരുന്നത്, ഇവിടെ 6 ആണ് വരുന്നത്, ഇവിടെയാണ് 2 വരുന്നത്, ഈ പോയിൻ്റ് 6 ആണ്. പിന്നെ 4 ലൊക്കേറ്റ് ചെയ്യണം. 4 ലൊക്കേറ്റ് ചെയ്യാൻ 4 ഡാഷിൽ നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക ഒ ഡിയിലേക്ക്, കാരണം 4 ഡാഷ് ഒ ഡാഷ് ഡി ഡാഷിലാണ്. അപ്പോൾ ഈ കിട്ടുന്ന പോയിൻ്റാണ് 4. പോയിൻറ്റ്സ് തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഇത് ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ പോയി എന്ന് പറഞ്ഞൊരു കുട്ടീനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫ്രീ ഹാൻഡായിട്ടല്ല ജോയിൻ ചെയ്യേണ്ടത്, അക്കാര്യം ശ്രദ്ധിക്കുക. ഹാച്ച് ചെയ്യുക. 45 ഡിഗ്രി ലൈൻ യൂസ് ചെയ്തിട്ട് തിൻ ലൈൻ യൂസ് ചെയ്തിട്ട് സെക്ഷൻ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും ചെയ്താൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡ്രാഫ്റ്റ് സ്കീം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും ഫൈനൽ സ്കീം, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഫൈനൽ സ്കീമിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡ്രോയിങ് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് 4 മാർക്സ്, അതായത് ഹെക്സഗൺ വരയ്ക്കുക, ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് 4 മാർക്സ്. മാർക്കിംഗ് ഓഫ് സെക്ഷൻ പ്ലെയിൻ 2 മാർക്സ്, അതായത് മിഡ് പോയിൻ്റ് കണ്ടിട്ട് ലെഫ്റ്റ് എക്സ്ട്രീം കോർണറിൽ വരയ്ക്കുമ്പോൾ 2 മാർക്സ് ആണ്. സെക്ഷണൽ ടോപ്പ് വ്യൂ ഈ കാണുന്നത് വരയ്ക്കുമ്പോൾ 4 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ തന്നെ 10 മാർക്സോളായി. ഇനി ഇതിന് ട്രൂ ഷേപ്പ് വരയ്ക്കണം.
ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലൈനിന് പാരലായിട്ട്, അതായത് സെക്ഷൻ ലൈന് പാരലായിട്ട് ഒരു ലൈൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, സെക്ഷൻ ലൈന് പാരലായിട്ട് ഞാനിവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഇതിലേക്ക് പെർപെൻഡിക്കുലർ പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. 1 എന്നും 2 എന്നും 3 എന്നും 4 എന്നും. വൺ ഡാഷ് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇനി 2 ഡാഷ് 6 ഡാഷ് ലൈൻ, 3 ഡാഷ് 5 ഡാഷ്. ഇനി എക്സ് വൈ ലൈനിൽ നിന്ന് 1ൻ്റെ ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ കട്ട് ചെയ്യണം. ആ സെയിം ഡിസ്റ്റൻസിന് എടുക്കണം. നിങ്ങളത് കോമ്പോസിൽ കട്ട് ചെയ്യാം. ഞാൻ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് 39 ആണ് കിട്ടുന്നത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ്? x1 y1. ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് 1. 2ൻ്റെ ഡിസ്റ്റൻസ് 6 ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഇതേപോലെ ചെയ്യാം. അതേപോലെ എക്സ് വൈ ലൈനിൽ 5ലേക്കും 3ലേക്കും 4ലേക്കും ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ട്രൂ ഷേപ്പ് കിട്ടും. കണ്ടിന്യൂസ് തിക്ക് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ട്രൂ ഷേപ്പ് ജോയിൻ ചെയ്ത് വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്നതാണ് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ. ഇത് 45 ഡിഗ്രി ലൈൻ യൂസ് ചെയ്ത് ഹാച്ച് ചെയ്യണം. റീറ്റെയിൻ ചെയ്ത പോർഷൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇത്രയും പോർഷൻ റീറ്റെയിൻ ചെയ്തതാണ്. ടോപ്പ് വ്യൂവിൽ ബേസ് മൊത്തം വിസിബിൾ തിക്ക് ലൈനാണ്. സെക്ഷൻ സർഫസ് തിക്ക് ലൈൻ യൂസ് വരയ്ക്കുക. ആൻസർ കംപ്ലീറ്റ് ആയി. അതിന് ഡയമെൻഷൻ ചെയ്യണം. ഗിവൺ ഡാറ്റാസൊക്കെ ഡയമെൻഷൻ ചെയ്തേക്കുക. സെക്കൻഡ് സൈഡിൻ്റെ ലെങ്ത് 30, പിരമിഡിൻ്റെ ഹൈറ്റ് 80 mm. പാസ് ചെയ്യുന്നത് മിഡ് പോയിൻറ്റിലൂടെയാണ്. അങ്ങനെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ബാക്കി വരുന്നത് ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ്റെ മാർക്കാണ്. അതൊരു 4 മാർക്സ് ആണ് യൂഷ്വലി കിട്ടുക. അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 4 മാർക്ക്, സെക്ഷൻ പ്ലെയിന് വരച്ച് അതിൽ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് 2 മാർക്ക്, സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 4 മാർക്സ്, ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷന് 4 മാർക്സ്, 1 മാർക്ക് ഫോർ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്. ഇനി ആൻസർ കീയിൽ എന്തെങ്കിലും മാറ്റേണ്ടത് ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അതിൽ ക്ലിയർ ആയിട്ട് പറയും. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെഫ്റ്റ് എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീം വരച്ചവരുണ്ട്. അപ്പോൾ ആ റൈറ്റ് എക്സ്ട്രീം വരച്ചവർക്ക് ആൻസർ കീയിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഞാൻ സജഷൻ കൊടുക്കുന്നുണ്ട്. റൈറ്റ് എക്സ്ട്രീം വരച്ചവർക്ക് ഒരു ഇത്ര % മാർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. കാരണം ആൻസർ ഓൾമോസ്റ്റ് സെയിം ആണ്. ട്രൂ ഷേപ്പൊക്കെ സെയിം ആയിരിക്കും. ഈ പൊസിഷൻ മാത്രം മാറിക്കിടക്കുകയാണ്. അപ്പോൾ അത് മാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.